ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പൊ ഒരു പാർട്ടിക്കിള് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു ആറ്റത്തിന്റെ സെന്ററിലാണ് അതിന്റെ പോസിറ്റീവ് ചാർജ് ഒക്കെ ഇരിക്കുന്നതെന്ന്. അതിന് ചുറ്റും റൂദർഫോർഡ് പറഞ്ഞ അനുസരിച്ചിട്ട് അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇപ്പോ മാക്സ്വെല് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, മാക്സ്വെല് പറഞ്ഞത് ആക്സലറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കറങ്ങുന്ന ബോഡിക്ക് ആക്സലറേഷൻ സംഭവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അതെന്താണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഇപ്പൊ ഒരു ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണ്. ഈ റിവോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂവില് ഇതിന് കോൺസ്റ്റന്റ് സ്പീഡ് തന്നെയാണ്. അപ്പൊ വെലോസിറ്റി എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ബോഡി ഒരു സെക്കൻഡിൽ ലക്ഷ്യമായിട്ട് ഒരു 5 മീറ്റർ എന്താണ് വൈ അമ്മോട് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ചാണ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി മൂവ് ചെയ്യണം. ഇത് സെയിം വെലോസിറ്റി തന്നെ. എന്നിട്ട് ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ ഇവിടെ ഡയറക്ഷൻ വ്യത്യാസം വരും. അപ്പോൾ ഈ കേസിൽ ഇതിന് എന്ത് പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറിയാലും സ്പീഡ് മാറിയാലും ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. ഒരു സർക്കുലർ ഫംഗ്ഷന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്കൻഡിൽ ഇപ്പൊ ഇവിടെ ഇതിന്റെ ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്, ഇവിടെ ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇതാണ്, ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇതാണ്. സ്പീഡ് സെയിം ആണെങ്കിലും വെലോസിറ്റി ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ കേസിൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയേണ്ടി വരും നമുക്ക്. ഇവിടെ എന്താണ് ഇവിടെ ഈ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇത് നോക്കാം.